നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളകളുടെ തല പിളർത്തിയ ആക്രമണമായിരുന്നല്ലോ പേജർ പൊട്ടിത്തെറി. ഹിസ്ബുള്ളകളുടെ നിരവധി നേതാക്കളും അണികളുമാണ് അന്ന് പൊട്ടിത്തെറിച്ചത്. ആ പേജർ ആക്രമണം ഇസ്രയേൽ വീണ്ടും പയറ്റും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഇറാന്റെ നെഞ്ചത്തായിരിക്കും അടുത്ത അറ്റാക്ക്. ഇറാനിലും സിറിയയിലും ഇസ്രയേൽ പേജർ ആക്രമണത്തിന് നീക്കം നടത്തുന്നതായുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഇതോടെ വിറളി പിടിച്ചിരിക്കുന്നത് ഇറാനാണ്. കാരണം ഇറാനിൽ ഇസ്രയേൽ ആക്രമണം നടത്താൻ പോകുന്നത് തന്ത്രപ്രധാന മേഖലയിലായിരിക്കും എന്നുള്ളതാണ് ആശങ്കയ്ക്ക് വകവയ്ക്കുന്നത്. ഇസ്രയേൽ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ സൈന്യത്തെയാണ്, അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ. അവർക്ക് നേരെ ഒരു ആക്രമണം നടത്താൻ, അല്ലെങ്കിൽ IRGCയുടെ പ്രധാന നേതാക്കളെ കൊന്നൊടുക്കാനുള്ള നീക്കം ഇസ്രയേലിൽ നിന്നുണ്ടാകാം എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ. അതിനൊരു കാരണമുണ്ട്. ഇറാൻ ഇസ്രയേലിലേക്ക് 2 ആക്രമണങ്ങൾ നടത്തിയിരുന്നു, ഏപ്രിലും ഒക്ടോബറിലുമായി. ഇത് രണ്ടും വലിയൊരു ആക്രമണം തന്നെയായിരുന്നു. ഇസ്രയേൽ വീണ്ടും ലോകത്തിനു മുന്നിൽ നാണം കെട്ട് നിൽക്കേണ്ടിയും വന്നിരുന്നു. ഇതിന് തക്കതായ ഒരു മറുപടി ഇസ്രയേൽ ഇതുവരെ തിരികെ കൊടുത്തില്ല. അപ്പോൾ ഇസ്രയേൽ ഇനി ഇറാനിൽ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അത് ഇറാന്റെ നെഞ്ചത്തിട്ട് പൊട്ടുന്ന രീതിയിലുള്ള ഒരു ആക്രമണമായിരിക്കും എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിന് ട്രംപ് എല്ലാ പിന്തുണയും നൽകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ലെബനനിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് നടത്തിയ പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇസ്രയേൽ തന്നെയെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിച്ചതിന് പിന്നാലെയാണ് ലോകത്തെ ഞെട്ടിക്കുന്ന പുതിയ സംഭവവികാസം. സെപ്റ്റംബർ 1 ലോകത്തെ നടുക്കിയ സംഭവമായിരുന്നു ലെബനനിൽ നടത്തിയ പേജർ സ്ഫോടനവും മഹാദുരന്തങ്ങളും. സമാനമായ രീതിയിൽ ഇറാനിലെയും സിറിയയിലെയും ഇറാഖിലെയും ഒക്കെ ഇറാന്റെ സായുധ സംഘങ്ങളെ ഉൾപ്പെടെ മൊബൈൽ മുതൽ കമ്പ്യൂട്ടർ വരെ പൊട്ടിത്തെറിച്ച് ഇല്ലാതാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് സൂചനകൾ. ഇറാനെ പാഠം പഠിപ്പിക്കാൻ അതിനൂതനമായ യുദ്ധമുറയിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു കടക്കുന്നു എന്നാണ് വിവരങ്ങൾ. മൊബൈൽ ഫോണുകളിൽ സ്ഫോടനം നടത്തിയാണ് ശത്രുരാജ്യങ്ങളിലെ 10,000-കണക്കിന് പേരെ ഒരേ സമയം ഇസ്രയേൽ കൊന്നൊടുക്കിയത്. പേജർ ആക്രമണത്തോടെ ഹിസ്ബുള്ളകൾക്ക് വലിയ തിരിച്ചടിയാണ് ഇസ്രയേൽ കൊടുത്തതും. അതായത് ഹിസ്ബുള്ളകൾ പോലും ഞെട്ടിത്തരിച്ചുപോയി ഇസ്രയേലിന്റെ ഈ യുദ്ധമുറ കണ്ട്. ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തിയത് തന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് നെതന്യാഹു സമ്മതിച്ചത് മറ്റൊരു വാർത്തയായിരുന്നു. ലെബനനിൽ വ്യാപകമായി നടന്ന ആക്രമണത്തിൽ പേജറുകൾ പൊട്ടിത്തെറിച്ച് 40 പേർ കൊല്ലപ്പെടുകയും 3000-ലേറെ പേർക്ക് അതിമാരകമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 30 മിനിറ്റിനുള്ളിൽ 3000-ഓളം പേജറുകൾ ഒരേ നിമിഷമാണ് പൊട്ടിത്തെറിച്ചത്. ഇസ്രയേൽ ട്രാക്ക് ചെയ്യാതിരിക്കാൻ GPS സംവിധാനം, മൈക്രോഫോൺ, ക്യാമറ എന്നിവയില്ലാത്ത പേജറുകളാണ് ഹിസ്ബുള്ള വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഹിസ്ബുള്ളയെ ഞെട്ടിച്ചുകൊണ്ടാണ് അപ്രതീക്ഷിതമായ രീതിയിൽ ഇസ്രയേൽ സ്ഫോടനം അഴിച്ചുവിട്ടത്. ഇപ്പോൾ ഇറാനിലും സിറിയയിലും ഇറാഖിലുമൊക്കെ സമാനമായ രീതിയിലുള്ള ആക്രമണം നടത്താൻ ഇസ്രയേൽ കോപ്പുകൂട്ടുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ ഖമനേയിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ലെബനനിൽ നടന്ന പേജർ ആക്രമണത്തിന് പിന്നാലെ ഖമനേയി തന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും പേജറുകളും ഒക്കെ ഉപേക്ഷിച്ചിരുന്നു. എന്തിനേറെ സ്വന്തം കൊട്ടാരത്തിലെ AC പോലും ഒന്ന് ഓണാക്കാൻ, റിമോട്ട് കയ്യിലെടുക്കാൻ ഖമനേയി ഭയപ്പെട്ടു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ വീണ്ടും ഇസ്രയേൽ അത്തരത്തിലൊരു അറ്റാക്ക് നടത്താനാണോ ശ്രമിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ട്രംപ് ഇസ്രയേലിനൊരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ജനുവരി 20 ഞാൻ അധികാര കസേരയിൽ കയറുന്നതിന് മുൻപ് തന്നെ എല്ലാത്തിനെയും തീർത്തേക്കൂ എന്നാണ്. എന്നാൽ അത്തരത്തിലൊരു തീർപ്പ് കൽപ്പിക്കാൻ ഇസ്രയേൽ ഇറങ്ങുമ്പോൾ ഏതു വഴി സ്വീകരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേരിട്ട് ഒരു മിസൈൽ വർഷത്തിലേക്ക് ഇസ്രയേൽ കടക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ, അതായത് ഇറാനിലേക്ക് ഒരു മിസൈൽ ആക്രമണം നടത്താൻ ഇസ്രയേൽ ശ്രമിക്കുമോ, അതോ മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്ന ഘട്ടത്തിലാണ് പേജർ ആക്രമണം നടത്താൻ ഇസ്രയേൽ തുനിഞ്ഞേക്കാം എന്ന് ഒരു വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതു നിമിഷവും ഇസ്രയേലും ഇറാനും തമ്മിൽ ആക്രമണം നടക്കാം എന്നുള്ള ഒരു ഘട്ടം എത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഒരു മഹാസ്ഫോടനത്തിന് ഇസ്രയേൽ കോപ്പ് കൂട്ടുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്.
എന്നാൽ ലെബനനിൽ അന്ന് നടന്ന പേജർ ആക്രമണത്തിന് ശേഷം വലിയ രീതിയിൽ ജാഗ്രത പാലിക്കുന്നുണ്ട് ഈ സംഘങ്ങളെല്ലാം. ഇറാനും ഇറാന്റെ സായുധ സംഘങ്ങളും എല്ലാവരും തന്നെ. അത്തരത്തിൽ ഇവർ സുരക്ഷ ഘടിപ്പിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ ഇസ്രയേലിന് ഇനിയൊരു പേജർ ആക്രമണം നടത്തുക എന്നത് അത്ര എളുപ്പമാണോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്നാൽ അന്ന് പേജർ ആക്രമണം നടക്കുന്നതുവരെ അത്തരത്തിലൊരു ആക്രമണം നടത്താൻ കഴിയുമോ എന്ന് ഒരിക്കൽ പോലും ആരുടെയും ചിന്തകളിൽ പോലും ഉണ്ടായിരുന്ന കാര്യമല്ല. അപ്പോൾ ഇനി ഇസ്രയേൽ പയറ്റുന്നത് ഒരുപക്ഷെ പേജർ മാത്രമാകണമെന്നില്ല, മറ്റേതെങ്കിലും ഒരു തരത്തിൽ ഒരു കൂട്ട പൊട്ടിത്തെറിക്കായിരിക്കാം ഇസ്രയേൽ കോപ്പ് കൂട്ടുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതുമാത്രമല്ല, അമേരിക്ക ഇപ്പോൾ ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ട് ഇസ്രയേലിന് പാത ഒരുക്കുന്നുണ്ട്. ചെങ്കടലിൽ വലിയ അഴിഞ്ഞാട്ടം നടത്തിയ ഹൂതി സംഘങ്ങൾക്ക് നേരെ അവരുടെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ചേർന്ന് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഹൂതികളുടെ ആയുധ കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയതോടെ യമനിൽ ഹൂതികൾക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഇറാന്റെ സംഘങ്ങളെയെല്ലാം തന്നെ അടിച്ചൊതുക്കി ഒരു തരത്തിലും അവർ തലപൊക്കാത്ത രീതിയിൽ അവരെ എത്തിക്കുക എന്നുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തുന്നത്. ഹമാസിനെ ആക്രമിക്കുന്നതിൽ നിന്ന് തുടങ്ങിയ യുദ്ധമാണ് ഇത്. ഇന്നിപ്പോൾ അത് ഇറാനും ഇസ്രയേലും തമ്മിൽ നേർക്കുനേർ നിൽക്കുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ലെബനനിൽ തീമഴ പെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ. ഇപ്പോഴും പലയിടങ്ങളിലായി വലിയ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളകൾ ഇപ്പോൾ അങ്ങനെ പേജറുകൾ, മൊബൈൽ ഫോണുകൾ, അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ കൊണ്ടു നടക്കുന്നില്ല. ഇവർക്ക് ഭയമാണ് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ. 1996 ഹമാസിന്റെ ബോംബ് നിർമ്മാതാവായിരുന്ന യഹിയ അയ്യാഷിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിച്ചത്. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചായിരുന്നു യഹിയ അയ്യാഷിന്റെ മരണം സംഭവിച്ചത്. ഇതിനുശേഷം ഇവർ വലിയ രീതിയിൽ ഇത്തരത്തിൽ മൊബൈലുകളൊന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ല. അപ്പോഴും ഇവർക്ക് പരസ്പരം വിവരങ്ങൾ കൈമാറാനുള്ള ഏക മാർഗമായി ഉപയോഗിച്ചിരുന്നതാണ് പേജർ. ഈ പേജർ കൂടുതലായി ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തണം എന്നുള്ള ഒരു മുന്നറിയിപ്പും അത്തരത്തിലൊരു നിർദ്ദേശവുമായി വന്നത് ഹസൻ നസറുള്ളയായിരുന്നു. എന്നാൽ ഹസൻ നസറുള്ളയുടെ ആ ഒരു പ്രഖ്യാപനം പിന്നീട് വേണ്ടിയിരുന്നില്ല എന്ന തരത്തിലേക്ക് ഹിസ്ബുള്ളയ്ക്ക് തോന്നിപ്പോയി. കാരണം വലിയ ഒരു ആക്രമണമാണ് പേജർ പൊട്ടിത്തെറിച്ചതിലൂടെ ലബനനിൽ സംഭവിച്ചത്. ഇറാൻ പോലും ഞെട്ടിപ്പോയി അത്തരത്തിലൊരു ആക്രമണം കണ്ട്. ഏതായാലും ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല സൂചനകളൊന്നുമല്ല. ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ചേർന്ന് ഇറാന് നേർക്ക് എന്തോ ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പേജർ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിൽ ഒരു വലിയ പൊട്ടിത്തെറി നടത്താൻ അത്തരത്തിലൊരു ആക്രമണമാണ് ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെ ചെറുക്കണം എന്നതാണ് ഇപ്പോൾ ഇറാൻ തലപുകച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഇറാൻ റവല്യൂഷണറി ഗാർഡിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് സുരക്ഷിതരായി ഇരിക്കുക എന്നുള്ളത്. ഇതുമാത്രമല്ല, ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവന്മാർ ഏറ്റവും സുരക്ഷിതരായിരിക്കണമെന്നും മറ്റ് ഇടങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ വലിയ സുരക്ഷാ സന്നാഹം തന്നെ ഒപ്പം ഉണ്ടായിരിക്കണമെന്നും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഒതുങ്ങിയിരിക്കുന്നത് നല്ലതാണ് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഖമനേയി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ഭയക്കുന്നുണ്ട് IRGCക്ക് നേരെ ഇസ്രയേൽ ഒരു ആക്രമണം നടത്തുമോ എന്നുള്ളതാണ് ഇവരുടെ ഭയം. മാത്രമല്ല, ട്രംപിനെ കൊലപ്പെടുത്താൻ IRGC ഒരു ഏജന്റിനെ ഉപയോഗിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്ന ഘട്ടത്തിൽ ഇനിയിപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ നേതാക്കൾക്ക് അത്ര നല്ല സമയമല്ല ഉണ്ടാകുന്നത്. ഇവരെ ലക്ഷ്യം വെച്ചായിരിക്കും ഇനിയിപ്പോൾ ഇസ്രയേൽ നീക്കം നടത്തുന്നത്. അതിനെല്ലാ സഹായവും അമേരിക്കയുടെ പക്കൽ നിന്ന് ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.